ഹായ് ഗൈസ്, എല്ലാവർക്കും പി എസ് സി ഗേളിലേക്ക് സ്വാഗതം. നമ്മളിവിടെ എല്ലാ ദിവസവും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വീതം ചെയ്യുന്നുണ്ട്. 2025 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്ന് 117/25 ഒരു LGS ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ: ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ബഹുജന സമരം ഏതാണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ബഹുജന സമരം ഏതാണ്? ഇവിടെ ഓപ്ഷൻ ഡി നിസ്സഹകരണ സമരം എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ആദ്യത്തേത് നിസ്സഹകരണ സമരവും ഏറ്റവും അവസാനത്തേത് ക്വിറ്റ് ഇന്ത്യ സമരവുമായിരുന്നു. താഴെ പറയുന്നവയിൽ റൗലറ്റ് നിയമവുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന കണ്ടെത്തുക. ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം, പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ ചെയ്യാം, കോടതി വിധിക്കെതിരെ അപ്പീൽ സ്വീകരിക്കാം, വിചാരണ കൂടാതെ തടവിലിടാം. ഇവിടെ റൗലറ്റ് നിയമവുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഓപ്ഷൻ സി കോടതി വിധിക്കെതിരെ അപ്പീൽ സ്വീകരിക്കാം എന്നതാണ്. അപ്പോൾ ബന്ധമുള്ള പ്രസ്താവനകൾ നോക്കാം. ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനും പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താനും വിചാരണ കൂടാതെ തടവിലിടാനും അനുവാദം നൽകുന്നതായിരുന്നു റൗലറ്റ് നിയമം. പൂന സന്ധി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇവിടെ പൂന സന്ധി ഓപ്ഷൻ ഡി ഡോക്ടർ BR അംബേദ്കറുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അരുണ ആസിഫ് അലിയെയാണ്. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസിന്റെ സംഭാവനയാണ്. അടുത്ത ക്വസ്റ്റ്യൻ: താഴെ തന്നിരിക്കുന്ന സൂചകങ്ങൾ വായിച്ച് അവ ഏത് ആക്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തുക. സൂചനകൾ: കേന്ദ്രത്തിലും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു. 321 വിഭാഗങ്ങളും 10 പട്ടികകളും, ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ. ഇത് ഏത് ആക്റ്റുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇത് ഓപ്ഷൻ സി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്റ്റുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. കേന്ദ്രത്തിലെ അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു. 321 വിഭാഗങ്ങളും 10 പട്ടികയുമായിരുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ ഉണ്ടായിരുന്നത്. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങളും ഏർപ്പെടുത്തി. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകളിൽ പെടാത്തത് ഏതാണ്? നിർമ്മാണ കാലയളവ് 2 വർഷം 11 മാസം 17 ദിവസമായിരുന്നു. ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. ആദ്യത്തേത് നിർമ്മാണ കാലയളവ് 2 വർഷം 11 മാസം 17 ദിവസമായിരുന്നു. അത് ശരിയാണ്. ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 അതും ശരിയാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു അല്ല, ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ഇതാണിവിടെ നമുക്ക് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഓപ്ഷൻ സി ആണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന. തെരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഓപ്ഷൻ ഡി 42ാം ഭേദഗതിയാണ്. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയെ ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് പാർലമെന്റിലാണ്. ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്വങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്വങ്ങൾ മൗലിക കടമകൾ എന്നാണ് അറിയപ്പെടുന്നത്. മൗലിക കടമകൾ കടമെടുത്തിരിക്കുന്നത് ഏതു രാജ്യത്തു നിന്നാണെന്ന് കമന്റ് ചെയ്യൂ ഗൈസ്. അടുത്ത ക്വസ്റ്റ്യൻ: സമപന്തി ഭോജനം നടപ്പിലാക്കിയ സാമൂഹ്യ പരിഷ്കർത്താവിനെ തിരിച്ചറിയുക. സമപന്തി ഭോജനം നടപ്പിലാക്കിയ സാമൂഹിക പരിഷ്കർത്താവ് ഓപ്ഷൻ സി
അയ്യ വൈകുണ്ഠസ്വാമികളായിരുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാണെന്ന് കണ്ടെത്തുക. ചട്ടമ്പി സ്വാമികളുടെ കൃതി ഓപ്ഷൻ എ വേദാധികാര നിരൂപണമാണ്. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. കേരളത്തിലെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവിന്റെ വാക്കുകളാണിവ. അദ്ദേഹം ആരാണെന്ന് തിരിച്ചറിയുക. പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻ ഡി മഹാത്മാ അയ്യങ്കാളിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണ ജാഥ താഴെ പറയുന്ന ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണ ജാഥ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വൈക്കം സത്യാഗ്രഹം നടന്നത് ഏത് വർഷത്തിലാണെന്നും കമന്റ് ചെയ്യണേ ഗൈസ്. ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയ സ്ഥലം കണ്ടെത്തുക. ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയത് ഓപ്ഷൻ സി ആലുവയിലായിരുന്നു. എന്താണ് ബന്ധു ക്ലിനിക് പദ്ധതി? എന്താണ് ബന്ധു ക്ലിനിക് പദ്ധതി? ബന്ധു ക്ലിനിക് പദ്ധതി എന്നാൽ അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി തുടങ്ങിയ പദ്ധതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സത്യം സമത്വം സ്വാതന്ത്ര്യം ഇത് ഒരു മലയാള പത്രത്തിന്റെ ആപ്തവാക്യമാണ്. പത്രം ഏതാണെന്ന് കണ്ടെത്തുക. സത്യം സമത്വം സ്വാതന്ത്ര്യം എന്നത് ഒരു മലയാള പത്രത്തിന്റെ ആപ്തവാക്യമാണ്. ഏത് പത്രമാണെന്ന് കണ്ടെത്തുക. ഇവിടെ ഓപ്ഷൻ ഡി മാതൃഭൂമിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. സത്യം സമത്വം സ്വാതന്ത്ര്യം എന്നത് മാതൃഭൂമിയുടെ ആപ്തവാക്യമാണ്. ഇന്ത്യ റിപ്പബ്ലിക് ആയത് എപ്പോഴാണ്? ഇന്ത്യ റിപ്പബ്ലിക് ആയത് 1950 ജനുവരി 26-നാണ്. ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. താഴെ പറയുന്നവയിൽ ആരാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്? താഴെ പറയുന്നവയിൽ ആരാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി സർദാർ വല്ലഭായ് പട്ടേൽ ആണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ രൂപരേഖ തയ്യാറാക്കിയ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ രൂപരേഖ തയ്യാറാക്കിയ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ സി BR അംബേദ്കർ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് രൂപീകരിച്ച സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് എന്ന സ്ഥാപനത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സസ് ആൻഡ് ട്രെയിനിങ് എന്ന സ്ഥാപനത്തിന്റെ ആസ്ഥാനം ഓപ്ഷൻ എ ന്യൂഡൽഹിയിലാണ്. ഇന്ത്യയുടെ 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇന്ത്യയുടെ 52ാമത്തെ ചീഫ് ജസ്റ്റിസ് ഓപ്ഷൻ എ ഭൂഷൺ രാമകൃഷ്ണ ഗവായി ആണ്. ഇന്ത്യയുടെ നിലവിലത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് കമന്റ് ചെയ്യൂ ഗൈസ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി ചുമതലയേറ്റത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി ചുമതലയേറ്റത് ഓപ്ഷൻ ഡി സഞ്ജയ് മൽഹോത്രയാണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. താഴെ തന്നിരിക്കുന്നവയിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഇവിടെ ഓപ്ഷൻ ഡി ഗതാഗതം എന്നതാണ് പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത്. കൃഷി, കന്നുകാലി വളർത്തൽ, മത്സ്യബന്ധനം തുടങ്ങിയവ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നവയാണ്. കാർഷിക മേഖല ആണ് പ്രാഥമിക മേഖലയിൽ വരുന്നത്. ദ്വിതീയ മേഖല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യവസായ മേഖലയാണ് വരുന്നത്. തൃതീയം എന്ന് പറഞ്ഞാൽ സേവന മേഖലയാണ് വരുന്നത്. ഇവിടെ പ്രാഥമിക മേഖലയിലാണ് കൃഷി, മത്സ്യബന്ധനം, കന്നുകാലി വളർത്തൽ എന്നിവ ഉൾപ്പെട്ടിരിക്കുന്നത്. കേരളത്തിലെ ആനമല, ഏലമല എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? കേരളത്തിൽ ആനമല, ഏലമല എന്ന പേരിൽ അറിയപ്പെടുന്ന ഭൂവിഭാഗം പശ്ചിമഘട്ടമാണ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നു?
ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ കേരളത്തിലെ 742 സസ്യങ്ങളെക്കുറിച്ചാണ് വിവരിച്ചിരിക്കുന്നത്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ കേരളത്തിലെ 742 സസ്യങ്ങളെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നു. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിച്ചത് ഹെൻറിക് വാൻ റീഡ് ആണ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിക്കുന്നതിന് കേരളത്തിലെ ഒരു വ്യക്തിയുടെ സഹായം ലഭ്യമായിട്ടുണ്ട്. അതാരാണെന്ന് കമൻറ്റ് ചെയ്യൂ ഗൈസ്. സുബ്രഹ്മണ്യ ഭാരതി ഏത് ഭാഷയിലെ സാഹിത്യകാരനാണ്? സുബ്രഹ്മണ്യ ഭാരതി ഏത് ഭാഷയിലെ സാഹിത്യകാരനാണ്? ഇവിടെ തമിഴ് ഭാഷയിലെ സാഹിത്യകാരനാണ് സുബ്രഹ്മണ്യ ഭാരതി. താഴെ തന്നിരിക്കുന്നവയിൽ വാണിജ്യ ബാങ്കുകളുടെ ഗണത്തിൽ പെടാത്തത് ഏതാണ്? വാണിജ്യ ബാങ്കുകളുടെ ഗണത്തിൽ പെടാത്തത് സഹകരണ ബാങ്കാണ്. പൊതുമേഖലാ ബാങ്ക്, സ്വകാര്യ മേഖലാ ബാങ്ക്, വിദേശ ബാങ്ക് എന്നിവ വാണിജ്യ ബാങ്കുകളുടെ ഗണത്തിൽ പെടുന്നവയാണ്. എന്നാൽ സഹകരണ ബാങ്ക് വാണിജ്യ ബാങ്കുകളുടെ ഗണത്തിൽ പെടാത്തവയാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരാണ്? കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരിച്ചുപിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിനിന്റെ പേര് എന്താണ്? മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരിച്ചുപിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ പേര് എൻ്റെ കേരളം എന്നും സുന്ദരം. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഓപ്ഷൻ സി കേരളമാണ്. ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്ത് എത്തുന്നതിനു മുമ്പ് ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണറായിരുന്നു? ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്ത് എത്തുന്നതിനു മുൻപ് ദ്രൗപദി മുർമു ജാർഖണ്ഡിൻ്റെ ഗവർണറായിരുന്നു. ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു എന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. മൗസിം എന്ന അറബി പദത്തിൻ്റെ അർത്ഥം എന്താണ്? മൗസിം എന്ന അറബി പദത്തിൻ്റെ അർത്ഥം ഓപ്ഷൻ ബി ഋതുക്കൾ എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി ഏതാണ്? ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി ഓപ്ഷൻ സി ഗോദാവരിയാണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാണ്? പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഓപ്ഷൻ സി കറുത്ത മണ്ണാണ്. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തി ഏതാണ്? ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തി ഓപ്ഷൻ ബി അറബിക്കടലാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തി. അടുത്ത ക്വസ്റ്റ്യൻ. ഥാർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായ പർവ്വതനിര ഏതാണ്? ഥാർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായ പർവ്വതനിര ഓപ്ഷൻ എ ആരവല്ലി നിരകളാണ്. താഴെ പറയുന്നവയിൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇവിടെ ഉത്തര മഹാസമതലമാണ് കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗത്തിൽ ഉൾപ്പെടാത്തത്. കേരളത്തിലെ പ്രധാന ഖാരിഫ് വിള ഏതാണ്? 3 ടൈപ്പ് വിളകളാണുള്ളത്. ഖാരിഫ് വിളകൾ, റാബി വിളകൾ, സൈദ് വിളകൾ. അതിൽ ഖാരിഫ് വിള പ്രധാനപ്പെട്ടത് ഓപ്ഷൻ സി നെല്ലാണ്. ഗോതമ്പ് ഒരു റാബി വിളയാണ്. പുകയില, കടുക് തുടങ്ങിയവയും റാബി വിളകളാണ്. നെല്ല്, മെയ്സ്, സോയാബീൻ, പരുത്തി, നിലക്കടല മുതലായവയെല്ലാം ഖാരിഫ് വിളകളാണ്. സൈദ് വിളകളാണ് പഴങ്ങളും പച്ചക്കറികളും. ഗോതമ്പ്, ബാർലി, കടുക്, പീ അവയെല്ലാം റാബി വിളകളാണ്. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? ഇവിടെ
പാമ്പാറാണ് കിഴക്കോട്ടൊഴുകുന്ന നദി. ചന്ദ്രഗിരിപ്പുഴ, പെരിയാറ്, ചാലിയാർ മുതലായവ പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. എന്നാൽ കിഴക്കോട്ടൊഴുകുന്ന നദിയാണ് പാമ്പാർ. കബനി, ഭവാനി, പാമ്പാർ തുടങ്ങിയ 3 നദികളാണ് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എറണാകുളം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏതാണ്? എറണാകുളം, ആലപ്പുഴ, കോട്ടയം ജില്ലയിലായി വ്യാപിച്ചു കിടക്കുന്ന കായലാണ് ഓപ്ഷൻ ഡി വേമ്പനാട്ട് കായൽ. താഴെ പറയുന്നവയിൽ സഹ്യപർവ്വതം എന്നും അറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ്? സഹ്യപർവ്വതം എന്ന പേരിലും അറിയപ്പെടുന്ന പർവ്വതം പശ്ചിമഘട്ട നിരകളെയാണ് സഹ്യപർവ്വതം എന്ന പേരിൽ അറിയപ്പെടുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിരിക്കുന്ന നികുതിക്ക് ഉദാഹരണം ഏതാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിരിക്കുന്ന നികുതിക്ക് ഉദാഹരണം വിനോദ നികുതിയാണ്. വിനോദ നികുതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് പിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സിംഹവാലൻ കുരങ്ങുകൾ സംരക്ഷിക്കപ്പെടുന്ന സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ് കാണപ്പെടുന്നത്? സിംഹവാലൻ കുരങ്ങുകൾ സംരക്ഷിക്കപ്പെടുന്ന സൈലന്റ് വാലി ദേശീയോദ്യാനം പാലക്കാട് ജില്ലയിലാണ് കാണപ്പെടുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ പാതകൾ കടന്നു പോകുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ 3 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന ഭൂപ്രകൃതി വിഭാഗം ഇടനാടാണ്. ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനുള്ള ഹരിത കേരളം മിഷൻ പദ്ധതിയുടെ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനുള്ള ഹരിത കേരളം മിഷൻ പദ്ധതി താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? ഇവിടെ ഓപ്ഷൻ സി ഇനി ഞാൻ ഒഴുകട്ടെ എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതിയുടെ പേര് എന്താണ്? ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതിയുടെ പേര് ഓപ്ഷൻ ബി സുഭിക്ഷ കേരളം. 2020 ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? 2020 ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഓപ്ഷൻ എ വൈഭവ് സൂര്യവംശിയാണ്. ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പരമോന്നത പുരസ്കാരമായ JC ഡാനിയൽ അവാർഡിന്റെ 2025 ജേതാവ് ആരാണ്? 2025 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ഓപ്ഷൻ സി ഷാജി N കരുണിനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ പുരസ്കാരത്തിന് 2025 1-ാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല ഏതാണ്? കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ പുരസ്കാരത്തിന് 2025 1-ാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല ഓപ്ഷൻ ബി കൊല്ലമാണ്. ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം എന്ന ഖ്യാതി നേടിയത് ഏതു തുറമുഖമാണ്? ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം എന്ന ഖ്യാതി നേടിയത് ഓപ്ഷൻ സി വിഴിഞ്ഞമാണ്. വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്തത് ഏത് ദിവസമാണെന്ന് കമന്റ് ചെയ്യൂ ഗൈസ്. മനുഷ്യ ശരീരത്തിൽ ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയുടെ പേരെന്താണ്? മനുഷ്യ ശരീരത്തിൽ ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയുടെ പേര് ഓപ്ഷൻ സി ഡയഫ്രം എന്നാണ്. ഭക്ഷ്യവിള ഇനം എന്ന ക്രമത്തിൽ ചുവടെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കുക. നെല്ല് അക്ഷയ, മുളക് ഉജ്ജ്വല, പയർ പവിത്ര, തക്കാളി ലോല. ഇവിടെ ശരിയായിട്ടുള്ളത് അക്ഷയ എന്നത് ഒരു തക്കാളിയുടെ വെറൈറ്റിയാണ്. നെല്ലിൻ്റെ വെറൈറ്റിയാണ് പവിത്ര. മുളക് ഉജ്ജ്വല എന്നത് ശരിയാണ്. അതിനാൽ ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. പയറിൻ്റെ വെറൈറ്റിയാണ് ലോല. നെല്ല് പവിത്ര, പയറ് ലോല, തക്കാളി അക്ഷയ, മുളക് ഉജ്ജ്വല. മനുഷ്യന്റെ നിലനിൽപ്പിന് നാം പ്രകൃതിയിലേക്ക് മടങ്ങിയേ തീരൂ. മനുഷ്യനാണ് കാടുകളും നീരുറവകളും ഭൂമിയുടെ ബലപുഷ്ടിയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മണ്ണിനെ മരുഭൂമിയാക്കുകയല്ല, വിളഭൂമിയാക്കുകയാണ് വേണ്ടത്. പ്രശസ്തമായ ഈ വാക്കുകൾ ആരുടേതാണ്? ഇവിടെ ഓപ്ഷൻ എ മസനോബു ഷിക്കുവോക്ക എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഭൂമിയുടെ അന്തരീക്ഷത്തിലെ
ഓക്സിജന്റെ അളവ് എത്രയാണ്? ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് 20.9%. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അളവിൽ കാണപ്പെടുന്ന വാതകം ഏതാണെന്ന് കമന്റ് ചെയ്യണേ ഗൈസ്. താഴെ പറയുന്നവയിൽ ഏത് വിറ്റാമിന്റെ അഭാവമാണ് ത്വക്ക്, പല്ല്, മോണ എന്നിവയിലെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്? ഏത് വിറ്റാമിന്റെ അഭാവമാണ് ത്വക്ക്, പല്ല്, മോണ എന്നിവയിലെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്? ഇവിടെ ഓപ്ഷൻ ഡി, വിറ്റാമിൻ സിയുടെ അഭാവമാണ് ത്വക്ക്, പല്ല്, മോണ എന്നിവയിലെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്. വിറ്റാമിൻ സിയുടെ ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആരാണ്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥനാണ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? നോർമൻ ബോർലോഗ് ആണ്. കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്ന ആത്മകഥ ആരുടേതാണ്? കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്ന ആത്മകഥ ഓപ്ഷൻ എ, കല്ലേൽ പൊക്കുടൻ്റെയാണ്. ഏതൊരു ആറ്റത്തിലെയും ബാഹ്യ ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? ഏതൊരാറ്റത്തിൻ്റെയും ബാഹ്യ ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം ഓപ്ഷൻ സി 8 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന സംയുക്തങ്ങളിൽ അലുമിനിയത്തിന്റെ ധാതു ഏതാണ്? അലുമിനിയത്തിന്റെ ധാതു ഓപ്ഷൻ സി ക്രയോലൈറ്റ് ആണ്. കലാമിൻ എന്തിന്റെ ധാതുവാണ്? സിങ്കിന്റെ ധാതുവാണ് കലാമിൻ. ഒരു കലോറി എന്നത് എത്ര ജൂൾ ആണ്? ഒരു കലോറി എന്നത് 4.2 ജൂൾ ആണ്. പാമ്പ് ഇര പിടിക്കാൻ എന്തിലൂടെയുള്ള ശബ്ദപ്രേഷണമാണ് പ്രയോജനപ്പെടുത്തുന്നത്? പാമ്പ് ഇര പിടിക്കുമ്പോൾ തറയിലൂടെയുള്ള ശബ്ദപ്രേഷണത്തിനെയാണ് പ്രയോജനപ്പെടുത്തുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാം ആണ്. ശുക്രനിൽ പര്യവേഷണങ്ങൾ നടത്തുന്നതിനായി ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിന്റെ പേര് എന്താണ്? ശുക്രനിൽ പര്യവേഷണങ്ങൾ നടത്തുന്നതിനായി ISROയുടെ ദൗത്യമാണ് വീനസ് ഓർബിറ്റൽ മിഷൻ. താഴെ തന്നിട്ടുള്ളവയിൽ 2024 രസതന്ത്ര വിഭാഗം നോബൽ അവാർഡുമായി ബന്ധമില്ലാത്ത വ്യക്തി ആരാണ്? ഇവിടെ ബന്ധമില്ലാത്തത് ഹാൻകാങ് ആണ്. ബന്ധമുള്ളവരെ നമുക്ക് നോക്കാം. 2024 രസതന്ത്ര നോബൽ പ്രൈസ് നേടിയത് ജോൺ ജമ്പർ, ഡേവിഡ് ബക്കർ, ഡെമിസ് ഹസാബിസ് തുടങ്ങിയവരായിരുന്നു. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ഏതാണ്? എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ഓപ്ഷൻ ബി ലെപ്റ്റോസ്പൈറയാണ്. കൊഴുപ്പടിഞ്ഞ് ധമനികളുടെ വ്യാസം കുറയുന്നത് മൂലം സംഭവിക്കുന്ന ജീവിതശൈലി രോഗം ഏതാണ്? കൊഴുപ്പടിഞ്ഞ് ധമനികളുടെ വ്യാസം കുറയുന്നത് മൂലം സംഭവിക്കുന്ന ജീവിതശൈലി രോഗം ഓപ്ഷൻ സി അമിത രക്തസമ്മർദ്ദമാണ്. എയ്ഡ്സ് രോഗം പകരുന്നത് എങ്ങനെയാണ്? സ്പർശനം, ഹസ്തദാനം എന്നിവയിലൂടെ, ഒരേ ശൗചാലയം ഉപയോഗിക്കുന്നതിലൂടെ, HIV ബാധിതരുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെ, കൊതുക്, ഈച്ച തുടങ്ങിയ പ്രാണികളിലൂടെ. ഇവിടെ HIV ബാധിതരുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെയാണ് എയ്ഡ്സ് രോഗം പകരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ചെറിയ മുറിവിൽ നിന്നുപോലും അമിതമായ രക്തനഷ്ടം ഉണ്ടാക്കുന്ന ജനിതക രോഗാവസ്ഥ ഏതാണ്? ചെറിയ മുറിവിൽ നിന്നുപോലും അമിതമായ രക്തനഷ്ടം ഉണ്ടാകുന്ന ജനിതക രോഗാവസ്ഥയെ ഹീമോഫീലിയ എന്നാണ് പറയുന്നത്. പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം ഏതാണ്? ഫാറ്റി ലിവർ, തിമിരം, മന്ത്, ശ്വാസകോശ ക്യാൻസർ. ഇവയിൽ ഏതാണ് പുകയില മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം? ഓപ്ഷൻ ഡി ശ്വാസകോശ ക്യാൻസർ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ക്ഷയരോഗബാധയെ തടയുന്നതിന് ഉപയോഗിക്കുന്ന വാക്സിൻ ഏതാണ്? ക്ഷയരോഗബാധയെ തടയുന്നതിന് ഉപയോഗിക്കുന്ന വാക്സിൻ BCG ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ
വായുജന്യ രോഗം അല്ലാത്തത് ഏതാണ്? വായുജന്യ രോഗമല്ലാത്തത് അഞ്ചാം പനി, TB, കുഷ്ഠരോഗം, മലേറിയ. ഇവയിൽ അഞ്ചാം പനിയും TBയും കുഷ്ഠവും വായുജന്യ രോഗങ്ങളാണ്. എന്നാൽ മലേറിയ ഒരു വായുജന്യ രോഗം അല്ല. മലേറിയ ഉണ്ടാകുന്നത് ഏതു രോഗാണു മൂലമാണെന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസിയുടെ പദ്ധതി ഏതാണ്? 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി പദ്ധതിയാണ് ഓപ്ഷൻ ഡി, ആരോഗ്യ കിരണം. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആർദ്രം മിഷന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആർദ്രം മിഷന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ എ ആണ്. ഉൾപ്പെടുന്നവ നമുക്ക് നോക്കാം. ജനസൗഹൃദ ഔട്ട് പേഷ്യന്റ് സേവനങ്ങൾ, PHCകളെ FHCകളായി മാറ്റുക, പ്രൈമറി ഹെൽത്ത് സെന്ററുകളെ ഫാമിലി ഹെൽത്ത് സെന്ററുകളാക്കി പുനർ എഞ്ചിനീയറിംഗ് ചെയ്യുക, ആരോഗ്യ സേവനങ്ങളുടെ സ്റ്റാൻഡേർഡൈസേഷൻ. ഇവിടെ എ ആണ് ഇതിൽ പെടാത്തത്. ജനസൗഹൃദ ഔട്ട് പേഷ്യന്റ് സേവനങ്ങളും PHCകളെ FHCകളാക്കി മാറ്റുക, ആരോഗ്യ സേവനങ്ങളുടെ സ്റ്റാൻഡേർഡൈസേഷൻ തുടങ്ങിയവയാണ് ആർദ്രം മിഷന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. കേരള സർക്കാരിന്റെ അശ്വമേധം പദ്ധതി ഏതു രോഗവുമായി ബന്ധപ്പെട്ടതാണ്? അശ്വമേധം പദ്ധതി കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടതാണ്. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ ലഭിച്ച രാജ്യം ഏതാണ്? പാരീസ് പാരാലിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ ലഭിച്ചത് ഓപ്ഷൻ ഡി, ചൈനയ്ക്കാണ്. വ്യവസായ സൗഹൃദ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് 2024 സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പട്ടികയിൽ 1-ാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏതാണ്? വ്യവസായ സൗഹൃദ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് 2024 സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പട്ടികയിൽ 1-ാം സ്ഥാനം നേടിയ സംസ്ഥാനം ഓപ്ഷൻ എ, കേരളമാണ്. 2024 ഓഗസ്റ്റിൽ സംസ്ഥാന സർക്കാരിന്റെ ശുപാർശ പ്രകാരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിന്റെ പുതിയ പേര് എന്താണ്? കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് ഓപ്ഷൻ ബി, തിരുവനന്തപുരം നോർത്ത് എന്നാണ്. 2024 സെപ്റ്റംബർ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട ദക്ഷിണേന്ത്യയിൽ ഇതുവരെ വന്നിട്ടുള്ള ഏറ്റവും വലിയ ചരക്കു കപ്പൽ ഏതാണ്? 2024 സെപ്റ്റംബർ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട ദക്ഷിണേന്ത്യയിൽ ഇതുവരെ വന്നിട്ടുള്ള ഏറ്റവും വലിയ ചരക്കു കപ്പൽ ഓപ്ഷൻ ബി, MSC ക്ലോഡ് ഗിറാർഡൈറ്റ് ആണ്. അങ്ങനെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്.